ഹലോ, ഇന്ന് എഗ്ഗ് കൊണ്ടുള്ള ഒരു ഡിഷാണ് ചെയ്യുന്നത്. അതായത് എഗ് ബുർജി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. തക്കാളി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി മുറിച്ചത്, ഒരു വലിയ സബോള ചെറുതാക്കി മുറിച്ചത്, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് ചതച്ചെടുത്തത് 4 എണ്ണം, വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇനി ഇതെല്ലാം വഴറ്റുന്നതിനായി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് എഗ് ബുർജി ഉണ്ടാക്കുന്നത് എന്നതിലേക്ക് നമുക്ക് നീങ്ങാം. അടുത്തതായി അതാണ് ചെയ്യുന്നത്. ഈ 3 മുട്ടയിലേക്ക് ഏതാണ്ട് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി എന്നാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, മൂപ്പിച്ചെടുക്കുക. ഇനി അടുത്തതായി ചേർക്കേണ്ടത് പച്ചമുളക്, ചതച്ച് വെച്ച പച്ചമുളക്, വേപ്പില ചെറുതാക്കി മുറിച്ചതിടുക, സബോള ചെറുതാക്കി മുറിച്ചത്, സബോള ഒന്ന് വാടി വരുവാനായിട്ട് കുറച്ച് ഉപ്പ്, ചേർത്ത് നന്നായി ഇളക്കുക. ഇത്രയും വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചെറുതാക്കി മുറിച്ച് വെച്ചത് ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇതെല്ലാം ഇത്രയും വാടിയെന്നാകുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളതായ മുട്ട, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറേശ്ശെ ചേർത്തതാണിത്, ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഇതൊരു ഗ്രേവി ടൈപ്പായിട്ടാണ്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് മൊരിഞ്ഞു വരുന്നതിനേക്കാൾ ജസ്റ്റ് മുമ്പ് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ എഗ് ബുർജി തയ്യാറായി കഴിഞ്ഞു.
വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഇത് ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.